കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മങ്ങൾ മേലിൽ ദുഃഖത്തിനു മൂലമായി വന്നിടും. സുഖദുഃഖങ്ങൾ കൂടാതെയുലകിൽ കണ്ടൊരുവനുണ്ടോ നാരായണായ ജയ. കർണനും ദ്രോണാചാര്യനും കൂടി ഉണ്ടായ വാക്ക് തർക്കം കേട്ടിട്ടാണ് അശ്വത്ഥാമാവിൻ്റെ വരവ്. ഭയങ്കര കോപം. അച്ഛനെയും അമ്മാമനെയും ഇയാൾ ഇങ്ങനെ ബത്സിക്കേണ്ട കാര്യം എന്താണല്ലേ? എന്താ ഇയാൾ വലിയ ആളാണോ? ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് വരവ്. കർണ, ത്രൈലോക്യനായകനായ പരമശിവനെ യുദ്ധം ചെയ്ത് സന്തോഷിപ്പിച്ച അർജുനനെ നീയ് കൊല്ലും എന്നുള്ള വീരവാദമൊക്കെ മതിയാക്ക്. അർജുനൻ വേണ്ട, ഞാൻ തന്നെ നിൻ്റെ കഥ ഇപ്പോൾ തീർക്കുന്നും പറഞ്ഞ് വാള് ഊരി അടുത്തേക്ക് ഓടി. ഇത് കണ്ട ദുര്യോധന മഹാരാജാവ് ഓടിയെത്തി തടഞ്ഞു. നമ്മൾ തമ്മിൽ വേണോ ഈ തല്ല്? കുറച്ചു നേരം ദുര്യോധനൻ്റെ ഉപദേശമൊക്കെ കേട്ട അശ്വത്ഥാമാവിൻ്റെ കോപത്തിന് ചെറിയൊരു ശമനമൊക്കെ വന്നു. നിൻ്റെ ഈ ഹൂങ്ക് അർജുനൻ തന്നെ തീർക്കട്ടെ എന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് അവിടുന്ന് പോയി. പാണ്ഡവപ്പട കടൽ പോലെ വന്ന് വ്യൂഹം ഭേദിച്ച് എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറാൻ നോക്കണം. കർണൻ അവരെ ശക്തിയായിട്ട് എതിർക്കണു. അതാണ് അപ്പളത്തെ യുദ്ധരംഗം. കർണൻ്റെ ബാണങ്ങൾ പാണ്ഡവപ്പടയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നുണ്ട്. കർണൻ്റെ ആ യുദ്ധാവേശം കാരണം പാണ്ഡവപ്പടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി തുടങ്ങി. ഉടനെ അർജുനൻ പാണ്ഡവപ്പടയുടെ മുമ്പിലേക്ക് എത്തി കർണനുമായിട്ട് ഏറ്റു. അർജുനൻ്റെ കൂരമ്പുകളെ തടഞ്ഞു നിർത്താൻ കർണന് വിഷമിക്കണമെന്ന് കണ്ടപ്പോൾ ദുര്യോധനൻ ധാരാളം പടയാളികളെ കർണനെ സഹായത്തിനായിട്ട് എത്തിച്ചു. അർജുനൻ്റെ ഒരു അമ്പ് കർണൻ്റെ മേത്തുകൊണ്ട് മോഹാത്സ്യപ്പെട്ടു. തേരും പോയി. കൃപാചാര്യൻ്റെ തേരിൽ ചാടിക്കേറി. എന്നിട്ട് പിന്മാറി. കർണൻ മാറിയപ്പോൾ ദുര്യോധനൻ നേരിട്ട് അർജുനനോട് എതിർത്തു. അപ്പം കൃപാചാര്യൻ കർണനോട് പറഞ്ഞു, കർണ, മഹാരാജാവ് നേരിട്ട് അർജുനനോട് എതിർക്കണത് അത്ര പന്തിയല്ല. രാജാവിൻ്റെ മരണം നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാവും. തടുത്തേ പറ്റൂ. പിന്നെ കുറച്ച് നേരത്തെ എന്തായിരുന്നു വീരവാദങ്ങൾ? അർജുനനെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഇപ്പോൾ കൊല്ലുന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്താ ഇവിടെ വന്നെത്തേണ്ട സ്ഥിതിയിലെത്തി കണ്ടില്ലേ? അർജുനൻ്റെ യുദ്ധവീര്യത്തെ നിങ്ങളാരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് നിങ്ങളിങ്ങനെ വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കണത്. ഏതായാലും നമുക്കിപ്പോൾ മഹാരാജാവിനെ അർജുനൻ്റെ മുഖത്തുനിന്ന് മാറ്റിയേ പറ്റൂ. ഇത് കേട്ട അശ്വത്ഥാമാവ് നേരെ ദുര്യോധനൻ്റെ അടുത്തെത്തി. എന്നിട്ട് ദുര്യോധനനോട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് നേരിട്ട് അർജുനനോട് എതിർക്കണ്ട, മാറു, ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടപ്പോൾ ദുര്യോധനന് വലിയ സന്തോഷം തോന്നി. അശ്വത്ഥാമാവിൻ്റെ ആത്മാർത്ഥതയെ അദ്ദേഹം വളരെ പുകഴ്ത്തി. അതിൻ്റെ കൂടെ ദ്രോണാചാര്യർക്ക് പാണ്ഡവരോടുള്ള ആ വാത്സല്യത്തിനെയും പറയാണ്ടിരുന്നില്ല. അപ്പം ചെറിയ നീരസത്തോട് കൂടിയിട്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, പാണ്ഡവപ്പടയ്ക്ക് പ്രത്യേകിച്ച് അർജുനനും ഭീമനും മുമ്പിലുള്ളപ്പോൾ ഈ കൗരവ പടയെ നശിപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട. അവർക്ക് ഇതുവരെ അത് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അവരെ തടയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഭാഗം വൃത്തിയായിട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ പാണ്ഡവരോടുള്ള വാത്സല്യം അച്ഛന് മാത്രമല്ല എനിക്കുമുണ്ട്, ഇവിടെ പലർക്കും ഉണ്ട്. പക്ഷേ അതാരും യുദ്ധഭൂമിയിൽ കാണിക്കാറില്ല. യുദ്ധധർമ്മം എതിരാളിയെ എതിരാളിയായിട്ട് കാണുക എന്ന് തന്നെയാണ്. അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തരുതെന്ന് അശ്വത്ഥാമാവ് പറയുകയും ചെയ്തു. ദുര്യോധനനെ പിന്മാറ്റിയിട്ട് അശ്വത്ഥാമാവ് മുമ്പിലേക്ക് കയറിയിട്ട് പാണ്ഡവപ്പടയെ മർദ്ദിക്കാൻ തുടങ്ങി. പാണ്ഡവപ്പട ആകെ ഒലഞ്ഞു. അപ്പോൾ അർജുനനും ദൃഷ്ടദ്യുമ്നനും പാണ്ഡവപ്പടയുടെ മുമ്പിലേക്ക് വന്ന് ദ്രോണിയോട് എതിർത്തു. അശ്വത്ഥാമാവ് പാഞ്ചാലൻ്റെ തേരും കുതിരകളും തകർത്തു. ദൃഷ്ടദ്യുമ്നൻ പതുക്കെ പിന്മാറി. അർജുനൻ വീരത്തോടുകൂടി നിൽക്കുക തന്നെയാണ്. അശ്വത്ഥാമാവിനെ എങ്ങനെയെങ്കിലും ഒന്ന് നിലയ്ക്ക് നിർത്തണം, ഇങ്ങനെ താണ്ഡവമാടാൻ പാടില്ല എന്ന് തീരുമാനിച്ച് പാണ്ഡവപ്പട ഒന്നിച്ചു കൂടി അർജുനൻ്റെ പിന്നിൽ.
അതോടുകൂടി അശ്വത്ഥാമാവിൻ്റെ തള്ളിച്ചയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വന്നു. എന്നാലും അശ്വത്ഥാമാവ് എതിർത്തോണ്ട് നിൽക്കുന്നുണ്ട്. ദുര്യോധനൻ ഓടിപ്പോയി ദ്രോണാചാര്യരെ കൊണ്ടുവന്ന് അശ്വത്ഥാമാവിൻ്റെ സഹായത്തിന് എത്തിച്ചു. അച്ഛനും മകനും കൂടി പാണ്ഡവപ്പടയെ ശക്തിയായിട്ട് എതിർക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് അശ്വത്ഥാമാവ്, ദ്രോണാചാര്യൻ, കൃപാചാര്യൻ, കർണൻ, മറുഭാഗത്ത് യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, സഹായിക്കാനായിട്ട് നകുലനും സഹദേവനും. അങ്ങനെ 2 ഭാഗമായിട്ട് പിരിഞ്ഞിട്ടുള്ള യുദ്ധമാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. പക്ഷെ കണ്ണ് കാണാൻ വയ്യ, കൂരിട്ട. അതുകൊണ്ട് യുദ്ധത്തിന് ശക്തി കുറച്ച് കുറഞ്ഞു എന്ന് തന്നെ സംശയമുണ്ട്. ഈ സമയത്ത് ദുര്യോധനൻ എന്ത് ചെയ്തു? ധാരാളം പന്തങ്ങൾ കത്തിച്ച് കൗരവ ഭാഗത്തെ പ്രകാശമാനാക്കി. അപ്പം യുധിഷ്ഠിരനും ഉടനെ കൽപ്പന കൊടുത്തു. പാണ്ഡവ പടയിലും ധാരാളം പന്തങ്ങൾ കത്തിച്ചിട്ട് പിടിച്ചു. യുദ്ധഭൂമി പ്രകാശമാനമായി. എല്ലാവർക്കും തമ്മി കാണാം. യുദ്ധത്തിന് മൂർച്ച കൂടി. ഭൂരിശ്രവസിൻ്റെ അച്ഛനായ സോമദത്തൻ വീണ്ടും ശക്തി പ്രാപിച്ച് സത്യകിയായിട്ട് ഏറ്റുമുട്ടാൻ വന്നു. സത്യകിയായിട്ട് ഏറ്റുമുട്ടി. സോമദത്തൻ്റെ തേരും കുതിരകളും ഒക്കെ പോയി. അവസാനം ഒരമ്പിൽ സത്യകി സോമദത്തനെ കൊല്ലുകയും ചെയ്തു. 3 തവണയാണ് സോമദത്തൻ സത്യകിയായിട്ട് എതിർക്കാൻ വന്നത്. 2 തവണ ഓടിപ്പോയി. 3ാമത്തെ തവണ സത്യകി കൊല്ലുക തന്നെ ചെയ്തു. ഇത് കൗരവപ്പടയെ വല്ലാണ്ട് ക്ഷോഭിപ്പിച്ചു. ഉടനെ ദ്രോണാചാര്യൻ വന്ന് യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി. ഭീമസേനൻ യുധിഷ്ഠിരൻ്റെ സഹായത്തിന് ഉണ്ടേനും. പക്ഷെ ഭഗവാൻ ഇത് കണ്ടപ്പോൾ പിടിച്ചില്ല. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, യുധിഷ്ഠിരനും ദ്രോണാചാര്യനും നേർക്ക് നേർ വേണ്ട, ശരിയാവില്ല. ഒന്നുകിൽ ദ്രോണാചാര്യൻ കോപം മൂത്ത് യുധിഷ്ഠിരനെ കൊല്ലും, അല്ലെങ്കിൽ പിടിച്ചു കെട്ടും. ഒരിക്കലും സംഭവിക്കരുത് എന്നും പറഞ്ഞ് അങ്ങോട്ട് എത്തിച്ച് യുധിഷ്ഠിരനോട് ഭഗവാൻ പറഞ്ഞു, പിന്മാറൂ, ഞങ്ങളാണ് എതിർക്കണേന്ന്. എന്നിട്ട് അർജുനൻ ദ്രോണാചാര്യരുടെ മുമ്പിലേക്ക് കയറി നിന്ന് യുദ്ധം തുടങ്ങി. പാണ്ഡവരുടെ മനോരഥം എന്താണെന്ന് വെച്ചാൽ എങ്ങനെങ്കിലും ദ്രോണരെ കൊല്ലുക. അതോടുകൂടി യുദ്ധത്തിൻ്റെ ശക്തി കുറയും. തീർച്ച ദുര്യോധനന് ഇത് നല്ലോണം അറിയാം. അവർ നോട്ടം വെച്ചിരിക്കുന്നത് ദ്രോണാചാര്യരെയാണ്. അതുകൊണ്ട് ദ്രോണാചാര്യർക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കിക്കൊണ്ടാണ് ദുര്യോധനൻ യുദ്ധരംഗത്ത് നിൽക്കുന്നത്. യുധിഷ്ഠിരനും കൃതവർമാവും കൂടിയിട്ട് യുദ്ധം ചെയ്തു. കൃതവർമാവിൻ്റെ ശരം കൊണ്ട യുധിഷ്ഠിരന് മോഹാത്സ്യം വന്നു. യുധിഷ്ഠിരൻ പിന്മാറി. സോമദത്തനെ കൊന്ന് സത്യകി തിരിയുമ്പോൾ ഭൂരി എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് വന്ന് ഏറ്റുമുട്ടി. സത്യകിയും ഭൂരിയും തമ്മിലായി യുദ്ധം. ഭൂരിയുടെ തേരും കുതിരകളും സത്യകി നശിപ്പിച്ചു. ഒരു കത്തിയമ്പ് ഭൂരിയുടെ തല അറുത്ത് കളഞ്ഞു. ഇത് കണ്ട അശ്വത്ഥാമാവ് വന്ന് സത്യകിയോട് എതിർത്തു. അവർ തമ്മിലായി യുദ്ധം. പെട്ടെന്ന് എവിടുന്നാന്ന് അറിയില്ല ഘടോൽഗജൻ പാഞ്ഞെത്തി സത്യകിയുടെ മുമ്പിൽ കയറി അശ്വത്ഥാമാവിനോട് എതിർക്കാൻ തുടങ്ങി. പിന്നീടുള്ള യുദ്ധം അശ്വത്ഥാമാവും ഘടോൽഗജനും തമ്മിലായി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.